മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരോഗ്യ കേരളം നടുങ്ങി നിൽക്കുന്ന ദിവസമാണ്. ഒരു പാവം സ്ത്രീയുടെ, ഒരു പാവം അമ്മയുടെ മനഃപൂർവ്വമുള്ള നരഹത്യ. ആരോഗ്യമന്ത്രി പറയും പോലെ അസ്മ, മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ താമസിക്കുന്ന അസ്മയാണ് അഞ്ചാമത്തെ പ്രസവത്തിൽ, അഞ്ച് പ്രസവമാണ്, അഞ്ചാമത്തെ പ്രസവത്തെ വീട്ടിൽ ഉണ്ടായ പ്രസവത്തിൽ ചികിത്സ കിട്ടാതെ മരിച്ചുപോയത്. ഭർത്താവ് സിറാജുദ്ദീൻ ആവശ്യമുള്ള ചികിത്സ കൊടുക്കാതെ, വലിയ രക്തസ്രാവം ഉണ്ടായപ്പോഴും ചികിത്സ കൊടുക്കാതെ 6 മണിക്ക് പ്രസവിച്ച് 9 മണിയാകുമ്പോഴേക്കും മരിച്ച് നേരെ പെരുമ്പാവൂർ വീട്ടിൽ കൊണ്ട് അവിടുന്ന് കടന്നു കളയാനായിരുന്നു അയാളുടെ ഉദ്ദേശം. അയാൾ കുറ്റവാളിയാണ്, അയാൾ ക്രിമിനലാണ്, അയാളെ തടവിലേക്ക് അടക്കേണ്ട ആളാണ് അയാൾ. ഇനി നമുക്ക് ഇത്തരം അസ്മമാർ വേണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർ നമുക്ക് വേണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ വീട്ടിലെ പ്രസവം പ്രചരിപ്പിക്കുന്നവർ കുറ്റവാളികളാണ്, അവരെ തടയണം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അസ്മയുടെ ബന്ധു ശ്രീ മുഹമ്മദ് ഷഫീഖ് ചേരുന്നുണ്ട്. ശ്രീ നാസർ ഫൈസി കൂടത്ത SY സംസ്ഥാന സെക്രട്ടറി, ഡോക്ടർ ഷിംന ആസീസ് പൊതുജനാരോഗ്യ വിദഗ്ധയാണ്, ഡോക്ടർ ബിജോയ് CP KGMയെ പ്രതിനിധീകരിച്ച്, ഒപ്പം അക്യുപഞ്ചർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറി മൻസൂർ K എന്നിവരും ചർച്ചയിൽ ചെല്ലുന്നു. ചില ആൾക്കാരെ നമ്മൾ ഫോണിലും പ്രതീക്ഷിച്ചു. ആദ്യം ഞാൻ ശ്രീ നാസർ ഫൈസി കൂടത്തായിലേക്ക് പോകുന്നു. ശ്രീ നാസർ ഫൈസി കൂടത്തായി, ഈ സിറാജുദ്ദീൻ എന്നയാളുടെ യൂട്യൂബ് നോക്കുകയായിരുന്നു. എന്തോ കാഫില എന്നൊക്കെ പറഞ്ഞ ഒരു യൂട്യൂബ് ഉണ്ട്. ഏതോ ഒരു CM ഷെയ്ഖുന എന്ന് പറയുന്ന ആളുടെ ഫോളോവറാണ്. ഈ CM വലിയുള്ള അഥവാ ഷെയ്ഖുന എന്ന് പറയുന്ന ആൾ തീവണ്ടി തടഞ്ഞു നിർത്തിയെന്നോ, എന്തോ വിമാനം തടഞ്ഞു നിർത്തിയെന്നോ, എന്തോ കപ്പൽ തടഞ്ഞു നിർത്തിയെന്നോ, മരിച്ചുപോയ കുഞ്ഞിന് ചായ കൊടുത്ത് ജീവിപ്പിച്ചുവെന്നോ എന്നൊക്കെ പറയുന്ന അയാളുടെ വിശ്വാസം പൊക്കോട്ടെ. പക്ഷെ അയാളുടെ യൂട്യൂബിന് 10-45,000 ഫോളോവേഴ്സ് ഉണ്ട്. വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു മതപ്രഭാഷകൻ കൂടിയാണ്. അപ്പം നിങ്ങളുടെ ഈ മത സർക്കിളുകളിൽ അറിയപ്പെടുന്ന ഒരു മതപ്രഭാഷകനാണോ ഇയാൾ? അറിയപ്പെടുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ഇയാൾ ഒരു കൊടും കുറ്റവാളിയല്ലേ ശ്രീ നാസർ ഫൈസി കൂടത്തായി? ഇവിടെ മതം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ശാസ്ത്രീയപരമായ പ്രകൃതിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് യോജിപ്പുള്ളത്. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളിലും അശാസ്ത്രീയപരമായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാട് കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ വളരെ ബോധ്യപൂർവം കാര്യങ്ങൾ വിലയിരുത്തുന്ന പ്രസ്ഥാനമാണ് സമസ്തയും അതിൻ്റെ കീഴടങ്ങളൊക്കെ. ഇവിടെ ഇത്തരം ഒരു കുട്ടിയുടെ, സ്ത്രീയുടെ മരണത്തിലേക്ക് ഇടവരുത്തുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഒരു വാശി, അതാരുടെ ഭാഗത്തു നിന്നുകൊണ്ടായാലും ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നിയമം അതിൻ്റെ വഴിയെ പോയി ഇത്തരം മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പണ്ഡിത വേഷധാരികളെ പുറം ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് സമൂഹത്തെ ബോധ്യവൽക്കരിക്കാനും നിയമ നടപടികൾക്ക് വിധേയമാവാനും വേണ്ടി കൊണ്ടുവരേണ്ടത് തികച്ചും അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി സമൂഹം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് കൊറോണ കാലഘട്ടത്തിൽ വ്യാപകമായ ഒരു ഓൺലൈൻ അതിൻ്റെ ഒരു അതിപ്രസരം, കൊറോണ പോലെ തന്നെ ഓൺലൈനിലും ഒരു വലിയൊരു കൊറോണ വ്യാപകമായി വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ചില അനാചാരങ്ങളുടെയൊക്കെ പ്രചരണത്തിന്, സദാചാര ബോധങ്ങളുടെയും ധാർമ്മിക നിഷ്ഠകളെയും വളർത്തുന്നതിന് യൂട്യൂബ് ചാനലുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അത് ശ്ലാഘിക്കപ്പെടേണ്ടതും അഭിനന്ദിക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷേ ഇത്തരം ചില ചാനലുകളുടെ അതല്ലെങ്കിൽ ചില സ്റ്റുഡിയോയുടെ അകത്തു നിന്നുകൊണ്ട് ഛർദ്ദിച്ചു വിടുന്ന വിഷദ്രാവകങ്ങൾ, സമൂഹത്തിലുണ്ടാക്കുന്ന മാലിന്യം അത് വളരെ വലുതാണ്. അത്തരം ഫോളോവേഴ്സുകൾ ആർക്കുണ്ടായി? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതൊരു സംഘത്തിനും ഏതൊരു നിലപാടുകൾക്കും വ്യക്തികൾക്കും ആളുകൾ കൂടുക എന്നത് അതൊരു സ്വാഭാവികതയാണ്. നമുക്കറിയാം, മലപ്പുറത്തും മറ്റു പല ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത, യൂട്യൂബ് ചാനലിലെ പല ഭാഗത്തും, കണ്ണൂരിലെ ഒരു തൊപ്പി എന്ന ഒരു അന്ധവിശ്വാസി, അയാളുണ്ടാക്കി തീർത്തിട്ടുള്ള വലിയ കോമഡി, അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും അത് കണ്ട് ആസ്വദിക്കാനുള്ള ജനങ്ങളുമുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതലുണ്ടാകുന്നു എന്നതുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ സാധൂകരണമാകുന്നില്ല, അതിനെ നീതീകരിക്കാൻ കഴിയില്ല. ഇത്തരം ഫോളോവേഴ്സുകളല്ല നമ്മൾ നോക്കേണ്ടത്. അതിനൊക്കെ വിശ്വാസപരമായ നേരത്തെ വാക്സിൻ, താങ്കൾ തന്നെ പറയുന്നു, കോവിഡിന്റെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് തന്നെ വാക്സിൻ വിരുദ്ധ പ്രചരണം വളരെ സജീവമായി നടന്നിരുന്നു. അതിനുമുമ്പ് MR വാക്സിൻ സമയത്ത് ആരുടെ ഉൽപാദനക്ഷമത ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കമാണ് എന്ന് പറഞ്ഞ്
അതിലും ആസൂത്രിതമായ മറ്റൊരു പ്രചരണം നടന്നിരുന്നു. വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന മറ്റൊരു പ്രചരണം നടക്കുന്നു. ഇതിന് ഏതെങ്കിലുമൊക്കെ മതവേഷധാരികൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മതത്തെ അതിലേക്ക് ആൾക്കാരെ ആ ട്രാപ്പിൽ കൊണ്ട് വീഴ്ത്താനുള്ള ഒരു ഉപായമായി സ്വീകരിക്കുന്നുണ്ടോ ശ്രീ നാസർ ഫൈസി കൂടത്തായി? അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള മതസംഘടനകൾ അതിനെതിരെ മുന്നോട്ട് വന്നൊന്ന് ചെറുത്ത് തോൽപ്പിക്കണ്ടേ? അല്ല, ഇതിൽ മതപരമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് സങ്കുചിതമായ താല്പര്യക്കാരുടെ കച്ചവട ലക്ഷ്യം മാത്രമാണ്. കച്ചവടമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഉദ്ദേശം. അതിനെ മതത്തെ കൂട്ടുപിടിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മീയതയെ കൂട്ടുപിടിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. അതിവിടെ മാത്രമല്ല, ഇദ്ദേഹത്തിന് മാത്രമല്ല, പല ആളുകളെയും നമ്മൾ കണ്ടുവരുന്ന വലിയൊരു രോഗം തന്നെയാണത്. അതിൻ്റെ പ്രതിവിധി എന്നത് മതസംഘടനകൾ എന്ന നിലയിൽ സമസ്തയും അതിൻ്റെ മറ്റു ഘടകങ്ങളൊക്കെ ബോധവൽക്കരണം തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായ ബോധവൽക്കരണങ്ങൾ വ്യാപൃതരാണ്. സംഘമായി ഞാൻ ജമിയത്തുൽ ഖുതബായിൻ്റെ കേരളത്തിലെ ഇമാമുമാരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഓരോ വെള്ളിയാഴ്ചകളിലും പള്ളികളിൽ വെച്ച് ഉത്ബോധനം നടത്താൻ ഇത്തരം നിർദ്ദേശങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചകളിലും ഒക്കെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബോധവൽക്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ഇതുപോലെ പ്രകൃതി വിരുദ്ധമായ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മറികടക്കുന്ന വിധത്തിലുള്ള ചില തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ആളുകളെയൊക്കെ നിലക്ക് നിർത്തുന്നതിൻ്റെ ആവശ്യമായ ബോധവൽക്കരണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അളവോളം തടയപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഒരാൾ പോലും ഇത്തരം ഒരു പണ്ഡിതനെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ഇയാളുടെ ഉദ്ദേശം എന്താണെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ പ്രാഥമികമായി നമുക്ക് ലഭ്യമായ വിവരപ്രകാരം ഇത് തികച്ചും തെറ്റാണ്. അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും നിയമ നടപടികൾക്ക് വിധേയമാകാൻ ഇയാളുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് മടവൂർ കാഫില എന്നാണ് ഇയാളുടെ യൂട്യൂബിൻ്റെ പേര്. ആ യൂട്യൂബിൽ 10-60,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇയാൾ പറയുന്നത് ഏതോ കറാമത്തിൻ്റെ കാര്യമോ ഏതോ അത്ഭുത പ്രവർത്തന കാര്യമൊക്കെയാണ് ഇയാൾ അതിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇയാൾ നാട് നീളുന്ന ഗൾഫിലൊക്കെ പോയി അത്ര നാട് നീളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞോട്ടെ, അയാൾക്ക് വായി തോന്നിയ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞോട്ടെ. പക്ഷേ അതിന് 10-60,000 ഫോളോവേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് അതേ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ അത്രയും പേർ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ശ്രീനാഥ് വിജാങ്കിലേക്ക് എത്താം. ഡോക്ടർ ബിജോയ് CP, നോക്കൂ, ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ഉണ്ടായത് മലപ്പുറത്തൊരു വാടക വീട്ടിൽ ഇയാൾ ആലപ്പുഴ സ്വദേശിയാണ്, ഈ പെൺകുട്ടി പെരുമ്പാവൂർ സ്വദേശിയാണ്. തിരുവനന്തപുരം കരിക്കകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായി, ചടയമംഗലത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ പറയുന്ന വീട്ടിലെ പ്രസവത്തെ തുടർന്നുള്ള ഈ പറഞ്ഞ മരണങ്ങളും കേരളത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ ബിജോയ് CP, ഈ ഒരു 3-4 മാസം മുമ്പാണ് കോഴിക്കോട് കുടവട്ടൂർ ദമ്പതികൾ പുറത്തു വരുന്നത്. അവരുടെ വലിയ പരാതി എന്താണ്? അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. കാരണം എന്താണ്? വീട്ടിൽ പ്രസവിച്ചു. ഒരു പരാതി പോലും നമ്മുടെ മുന്നിൽ വന്നാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാണ്. അപ്പോൾ അവർ പറയുമ്പോൾ എന്താണ്? ആശുപത്രി ഇന്ന ദിവസം പോയി പ്രസവത്തിന് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഇവർ അഡ്മിറ്റ് ആയില്ല. അഡ്മിറ്റ് ആവാത്തതിന് കാരണം എന്താണ്? അങ്ങോട്ടേക്ക് പോയാൽ പ്രസവത്തിന് വേദന വരുന്നില്ലെങ്കിൽ വേദനയ്ക്കുള്ള കൃത്രിമ മരുന്ന് കുത്തിവെച്ച് അപ്പോൾ അങ്ങനെ പ്രസവിപ്പിക്കും. പെട്ടെന്ന് വേദനയുണ്ട്, അപ്പോൾ അവർ പോവാതെ വീട്ടിലിരുന്നു. ഈ കുഞ്ഞിനൊരു വാക്സിൻ കൊടുത്തിട്ടില്ല. അതിനു മുമ്പ് ഒരു ടെസ്റ്റോ സ്കാനോ നടത്തിയിട്ടില്ല. കുഞ്ഞ് പ്രസവിച്ചു, പെട്ടെന്ന് വേദന വന്നു, കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി ഭർത്താവ് അപ്പുറത്തെ ആശുപത്രിയിൽ പോയി ഏത് ബ്ലേഡ് നമ്മൾ ഷേവ് ചെയ്യുന്ന ബ്ലേഡ് മേടിച്ചുകൊണ്ട് വന്ന് ഈ പൊക്കിൾ കൂടി മുറിച്ച് മാറ്റി. ഒരു കുഴപ്പമില്ല, അക്യുപഞ്ചർ എന്നാണ് പറയുന്നത്, എല്ലാവരും അക്യുപഞ്ചർ പഠിച്ചു എന്നാണ് പറയുന്നത്. ഡോക്ടർ ബിജോയ് CP, കേരളം പോലെ ഇത്രത്തോളം സാക്ഷരമാണ് എന്ന് നമ്മൾ കരുതുന്ന, ആരോഗ്യ കേരളം നമ്മൾ അഹങ്കരിക്കുന്ന, നമ്മൾ എപ്പോഴും തലയുയർത്തി പറയുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഈ മണ്ടത്തരങ്ങൾ, ഊളത്തരം എന്ന വാക്ക് ഒരു ചാനൽ ചർച്ചയിൽ പ്രയോഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇത്തരം മണ്ടത്തരങ്ങൾക്ക് ഇത്ര വലിയ പ്രചാരം കിട്ടുന്നതും അതുവഴി ആവർത്തിച്ച് പെൺകുട്ടികളുടെ ജീവൻ നഷ്ടമാകുന്നതും എത്രത്തോളം ദൗർഭാഗ്യകരമാണ് ഡോക്ടർ ബിജോയ്? ശ്രീ ഹാഷ്മി, അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വിശേഷമാണ്. ഞാൻ ഇന്ന് പറയുന്നതിന് മുൻപേ, ഇന്ന് നമ്മളെല്ലാവരും ലോക ആരോഗ്യ ദിനത്തിലാണ്. ഇന്ന് നമ്മളതിൻ്റെ വിവിധങ്ങളായ പരിപാടികൾ ആരോഗ്യ വകുപ്പ് ആചരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. കുറച്ചും കൂടെ വിശദമായി പറഞ്ഞാൽ അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും ദീർഘകാല ക്ഷേമം അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ സംരംഭങ്ങളിൽ ഈ വർഷങ്ങളുടനീളം നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിൻ്റെ നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ആവിർഭാവത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ്റെയോ ഒരു ബൈ പ്രോഡക്റ്റ് ആണോ ഈ ഒരു അവസ്ഥാവിശേഷം എന്നുകൂടെ നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കംപ്ലീറ്റ്ലി
എല്ലാ വീടുകളിലും എല്ലാ ആളുകളുടെ കയ്യിലും ഒരു ഒരു ഡിജിറ്റൽ ഫോൺ ഉണ്ട്. നമ്മൾക്ക് എല്ലാ ഇൻഫർമേഷൻ. അല്ല ഡോക്ടർ ബിജോയ് CP, നമ്മൾ ഈ പറയുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച എങ്ങനെയാണ് ലോകത്തിലേക്ക് കൂടുതൽ വാതിൽ തുറക്കുകയാണ്, ലോകത്തിലേക്ക് കൂടുതൽ തുറവുകൾ ഉണ്ടാവുകയാണ്. നമ്മൾ പോയ കാലത്തേക്ക് ഇപ്പൊ അവർ ചോദിക്കുന്നത് എന്താണ്, അവർക്ക് ന്യായം എന്താണ്? പണ്ട് കാലത്ത് ആളുകൾ വീട്ടിൽ പ്രസവിച്ചില്ലേ? പണ്ട് കാലത്ത് ആളുകൾ വീട്ടിൽ പ്രസവിച്ചെങ്കിൽ അതിൽ എത്ര പേർ മരിച്ചു, എത്ര അമ്മമാർ മരിച്ചു, എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു, എത്ര പേർ അംഗവൈകല്യത്തോടെ ജനിച്ചു എന്നവർക്കറിയില്ല. അവർ പറയുന്ന ന്യായം അതാണ്. മാത്രമല്ല നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ പക്ഷിമൃഗാദികൾ പ്രസവിക്കുന്നില്ലേ? പക്ഷിമൃഗം പ്രസവിക്കുന്ന ആശുപത്രി പോയാണോ? പശു പ്രസവിക്കുന്ന ആശുപത്രി പോയാണോ? എന്നൊക്കെയുള്ള മണ്ടൻ ന്യായം ഇക്കാലത്ത് പറയുകയാണെന്ന് ഈ കൂട്ടർ. അതിന് വലിയ പ്രചാരം കിട്ടുകയാണെന്ന്. എന്ത് കഷ്ടമാണ് ഡോക്ടർ. ശരിയാണ്, വളരെ ശരിയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളുടെ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത് 1500-ൻ്റെയും 2000-ൻ്റെയും അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തുള്ള മനുഷ്യൻ്റെ ശരാശരി ആയുസ് 31-35 ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 2025 ഇരിക്കുമ്പോൾ ആ മാതൃമരണ നിരക്ക് 100,000-ഓളം പ്രസവങ്ങൾ നടക്കുമ്പോൾ അത് 100-ൽ താഴെയാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് പറയുമ്പോൾ 19 കേരളത്തിൽ 100,000-ഓളം പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ മാതൃമരണ നിരക്ക്. ഇത്രത്തോളം നമ്മൾക്ക്, അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ 99%, ഒരു 3.5-4 ലക്ഷത്തിനടുത്ത് പ്രസവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 99%-ലധികം നമ്മൾ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് ആണെന്ന് പറഞ്ഞാൽ ആശുപത്രികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രസവമാണ്. പക്ഷേ ചെറിയൊരു വിഭാഗമെങ്കിലും ഇതുപോലത്തെ പ്രചരണങ്ങളിൽ വീണു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, നമുക്ക് പണ്ടൊക്കെ നമ്മൾക്കറിയാം ഈ പ്രസവം. ഹലോ ഡോക്ടർ ബിജോയ്, ഞാൻ എത്താം. എന്തോ ചെറിയ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഡോക്ടർ ഷിംന, ഇപ്പോൾ നമ്മളിപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഈ ഹോം ഡെലിവറി, വീട്ടിൽ പ്രസവിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോഴേക്കും കേരളം വളരെ മുന്നിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഉത്തർപ്രദേശാണ്, പിന്നെ ഞാൻ മനസ്സിലാക്കി താങ്കൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബീഹാറിലാണ്. ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് കൂടുതൽ. കേരളം ആ വിഷയത്തിൽ വളരെ ബഹുദൂരം മുന്നിലാണ് എന്ന് പറയുമ്പോൾ പോലും ഡോക്ടർ ഷിംന, ഈ വിഷയത്തിൽ നോക്കൂ, ഒരു വീട്, ഒരു വാടക വീട്, ആ വാടക വീട്ടിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം ആർക്കും അറിയില്ല. ആ നാട്ടുകാർക്കൊന്നും അറിയില്ല, അയൽവാസികൾക്ക് അറിയില്ല. ആശാപ്രവർത്തകർ പോയി ചോദിക്കുമ്പോൾ ഇത് ഗർഭിണിയല്ല എന്ന് കള്ളം പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ഈ അധമൻ തനിച്ച് പ്രസവം എടുക്കാൻ നോക്കുന്നു. വേറൊരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. 6 മണിക്ക് പ്രസവിക്കുന്നു, വലിയ രക്തസ്രാവം ഉണ്ടാകുന്നു. 9 മണിക്ക് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ പെൺകുട്ടി അസ്മ എന്ന് പറയുന്ന ഈ പാവം സ്ത്രീ ശ്വാസം മുട്ടലുണ്ട്, ദേഹാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് 9 മണിയായപ്പോഴേക്കും ഈ മൃതശരീരവും കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂർ വീട്ടിൽ കൊണ്ടുപോവുക. ഇതേതെങ്കിലും അജ്ഞതയാണോ? ഇതേതെങ്കിലും അറിവില്ലായ്മയാണ്? ഇത് ഒന്നാം തരം ക്രിമിനൽ പണിയല്ലേ ഡോക്ടർ ഷിംന? തീർച്ചയായും അത് തന്നെയാണ്. എന്താണ് ഇതിനു മാത്രം നിഗൂഢത ഒരു ചികിത്സാ രീതിയിൽ, അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന പ്രസവശേഷം, പ്രസവത്തിന്റെ സമയത്തും പ്രസവത്തിന് ശേഷവുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു എന്നൊരുതരം ചികിത്സ എന്ന് തന്നെ അവർ അവകാശപ്പെടുന്ന അക്യൂപങ്ക്ചറിന് ഇത്രമാത്രം നിഗൂഢതയുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഹാഷ്മി പറഞ്ഞതുപോലെ 5 മക്കളുണ്ടെന്ന് അയൽവാസികൾക്ക് അറിയില്ല, ആ സ്ത്രീയെ അയൽവാസികൾ കാണുന്നില്ല, ആശാവർക്കർ ചെല്ലുമ്പോൾ ഗർഭിണി അല്ലെന്ന് പറയുന്നു. ഇത്രമാത്രം എന്താണ് ഇതിൽ ഇത്ര ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ഒരു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, സുതാര്യത കുറവാണ് കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ അക്യൂപങ്ക്ചർ അല്ലെങ്കിൽ നേച്ചുറോപ്പതി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുതരം കൂണ് മുളച്ചു പൊന്തുന്നത് പോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സും നിറയെ എല്ലാവരും അതിലേക്ക് വളരെ ആകർഷിക്കപ്പെടുന്നു. പ്രകൃതിയുടെ വഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. ഒരുതരം വല്ലാത്ത യാതൊരു തരത്തിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള അറിവുമില്ലാതെ ഇതുപോലെ പ്രസവം പോലെ വളരെ ഏത് നിമിഷവും സങ്കീർണമാകാവുന്ന ഒരു ശാരീരികാവസ്ഥയാണ് പ്രസവം. അവിടെ ഈ പറയുന്ന പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത്, PG ചെയ്യുന്ന സമയത്ത്, ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് മലപ്പുറത്തൊരു സ്ത്രീയുടെ വീട്ടിൽ പോയ ആളാണ് ഞാൻ. അവിടെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു മനോഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഞങ്ങളോട് സംസാരിച്ചത് വളരെ പരുഷമായ, വളരെ ഹാർഡായിട്ട് സംസാരിച്ച്, നിങ്ങളെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ കീറും, നിങ്ങൾ ആവശ്യമില്ലാതെ മരുന്നുകൾ തരും, ആളുകളെ രോഗികളാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വല്ലാത്തൊരു ടോണിൽ സംസാരിക്കുകയും വളരെ അഭിമാനത്തോടെ ഒരു ID കാർഡ് എടുത്ത് കാണിച്ചു. ആ സ്ത്രീയുടെ പേരും അതിൻ്റെ കൂടെ വൈദ്യ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവർ പഠിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനൊരു സ്ത്രീ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ആർക്കറിയാം. ഏതായാലും
പ്രസവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയോടുകൂടി ഏത് നിമിഷവും ആ രണ്ടുപേരും മരിക്കാൻ പോലും സാധ്യതയുള്ള ഒരു അവസ്ഥ. അത് യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ഒരാൾ പ്രസവം എടുക്കുന്നു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, അത് കഴിഞ്ഞ് അവരെ അത് വളരെ ഒതുക്കി തീർക്കാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് പെരുമ്പാവൂർ വരെ രാഖി രാമായണം കൊണ്ടുപോകുന്നു. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ ഇത് സംഭവിച്ചത് എന്ന് പോലും അതിശയം തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഐറണി ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്. ആ ദിവസമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് തീർച്ചയായും എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ സുതാര്യത കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പ്രകൃതി ചികിത്സ അല്ലാതെ ശരിക്കും ഞാൻ പ്രാകൃത ചികിത്സ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം അശാസ്ത്രീയതകൾ വെടിയണം. ഇത് ഒരു കേസ് പൊങ്ങി വരുമ്പോൾ നമ്മൾ അത് വലിയ വാർത്തയാക്കുന്നു, 4 ദിവസത്തെ ചർച്ചയാക്കുന്നു. വേറെയും എത്രയോ സ്ത്രീകൾ ഇത് സഹിച്ചുകൊണ്ട് അകത്തളങ്ങളിലുണ്ട്. 2023-24 വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 253 ഹോം ഡെലിവറികൾ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബാക്കി കേരളം മൊത്തം കണക്കാക്കുന്നത് 270. ഇവിടെ കാര്യമായ എന്തോ ഒരു പ്രശ്നമില്ലേ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതിനൊരു പരിഹാരം കാണേണ്ടതല്ലേ? ശരി, ഷംനയാത്ത നമ്മുടെ അസ്മയുടെ ബന്ധു മുഹമ്മദ് ഷഫീഖ് ഉണ്ട്. ഇപ്പോഴാണ് അസ്മയുടെ കബറടക്കം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വലിയ വേദനയിലാണ് ആ കുടുംബം, നമുക്കറിയാം. ശ്രീ മുഹമ്മദ് ഷഫീഖ് ആ വേദനയിൽ നിൽക്കുമ്പോഴും ചില കാര്യങ്ങൾ ചോദിക്കാതെ വയ്യ. എന്തുകൊണ്ടാണ് ഇത്ര ദുരൂഹത? എന്തുകൊണ്ടാണ് അസ്മ എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ ഗർഭിണിയാണെന്നുള്ള കാര്യം ഈ സിറാജുദ്ദീൻ മറച്ചു വെക്കുന്നത്? എന്തിനാണ് ആശാപ്രവർത്തകർ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ അവർ ഗർഭിണിയല്ല എന്ന് നുണ പറയാൻ ഇയാൾ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ബേസിക് മനുഷ്യനോട് കാണിക്കേണ്ട കരുണ പോലും കാണിക്കാതെ ഇയാൾ കൊന്നതാണെന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നു. ശ്രീ ഷഫീഖ്, അതൊന്നും അറിയാത്തവരെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണ്? 6 മണിക്ക് പ്രസവിക്കുന്നു, 9 മണിയായപ്പോഴേക്കും ഇയാൾ നേരെ ആരെയും അറിയിക്കാതെ ആംബുലൻസ് വിളിച്ച് നേരെ ബോഡി വീട്ടിൽ കൊണ്ടുപോവുക. പിഞ്ചു കുഞ്ഞ് ആംബുലൻസിലുണ്ട്. പിഞ്ചു കുഞ്ഞിനെ പോലും ആശുപത്രിയിൽ എത്തിക്കണമെന്ന് അറിയാൻ കഴിയാത്ത അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ സിറാജുദ്ദീൻ. ഈ പറഞ്ഞ ദുരൂഹതകൾക്ക് ആര് മറുപടി പറയും? ഇയാൾ നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് ആവശ്യപ്പെടുന്നില്ലേ ശ്രീ മുഹമ്മദ് ഷഫീഖ്? തീർച്ചയായിട്ടും ഞങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണത്. ഈ സിറാജ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ വ്യാപാരം നടത്തുന്ന ഒരു മനുഷ്യനാണ്. അഥവാ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അദ്ദേഹത്തിനുള്ളത്. അവർ അക്യുപങ്ക്ചർ ചികിത്സ പഠിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഈ സിറാജുദ്ദീൻ. പക്ഷേ എത്രത്തോളം അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് നോക്കിയിട്ടോ എങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പ്രസവം എടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഒരു വളരെയേറെ വിഷമമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് എന്ത് കാര്യത്തിനും നമുക്കൊരു പ്രാക്ടീസ് വേണമല്ലോ. മുന്നേ 2 പ്രാവശ്യം അദ്ദേഹം ഇതുപോലെ പ്രസവം എടുത്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അന്ന് അദ്ദേഹത്തിന് സഹായികളുണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് അദ്ദേഹം തന്നെ ഒറ്റക്ക് തന്നെയാണ് ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അതിനുള്ള വീട്ടിൽ പ്രസവിക്കുക എന്ന് പറയുന്നത് മഹാപരാധമൊന്നും ആവില്ല. പക്ഷേ അപ്പോഴും ചിന്തിക്കണ്ടേ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നു. രക്തം വാർന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമല്ലേ? ഒരു ചോരപ്പുഴ അയാൾ കണ്ടിട്ടുണ്ടോ അവിടെ? ആ രക്തപ്രളയം ഉണ്ടാകുമ്പോഴേക്കും ഇവരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. 3 മണിക്കൂർ അവിടെ ഇട്ട് കൊന്നുകളയല്ല വേണ്ടത് എന്നൊരു സാമാന്യബോധം ഉണ്ടാവണ്ടേ? ആ സാമാന്യബോധം ഉണ്ടാവാത്തത് കുറ്റകൃത്യമാണ് ശ്രീ മുഹമ്മദ് ഷഫീഖ്. അല്ല, അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. അദ്ദേഹത്തിന് ഏതായാലും 6 മണിയോടോ അടുപ്പിച്ചാണ് ഇവള് പ്രസവം നടന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ആക്കാനുള്ള ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് ബ്ലീഡിംഗ് ആണ് മരണകാരണം. അദ്ദേഹം ആ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ ആക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ പെങ്ങള് ജീവിച്ചിരുന്നേനെ, ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നേനെ. പക്ഷെ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു വ്യാജ ആളുകൾ, അതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് വ്യാജ ത്വരീഖത്ത് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അതിലൊരു കണ്ണി മാത്രമാണ് സിറാജ്. അവൻ്റെ ഈ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയിൽ ഒരു പരീക്ഷണം നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഒരു മനുഷ്യനും ചെയ്യാത്തൊരു പ്രവൃത്തികളൊക്കെയാണ് അവൻ്റെ ഭാഗത്തുള്ളത്. ഈ ശരിക്കും അവർ വെളുപ്പിന് ഈ അസ്മയുടെ വീട്ടിലേക്ക് ഈ ബോഡിയുമായി വരുമ്പോൾ ആ ചോര കുഞ്ഞിൻ്റെ മേത്ത് ചോര വരെ ഇരിപ്പുണ്ട്. ഞങ്ങൾ നേരിട്ട് കണ്ട ആളാണ് ഞാൻ. എന്നിട്ടും ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കിയ കാര്യം ചോദിച്ചപ്പോൾ നമ്മളോട് തർക്കിച്ചാണ് പറയുന്നത്. എൻ്റെ ഭാര്യയാണ്, അവൻ്റെ അവകാശം മാത്രമുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആർക്കാണെങ്കിലും ഈ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ചോര കുഞ്ഞിനെ നമ്മൾ ആരുടെ ആണെങ്കിലും കടമയാണല്ലോ ഹോസ്പിറ്റലിലാക്കല്.
അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഒരു 3-4 പേരും ഉണ്ടായിരുന്നു. ആരും അതിന് തുനിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇപ്പം കുഞ്ഞ് ഓൾറെഡി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായൊക്കെ കാണാൻ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താൻ മോദിച്ചു. എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയ്ക്ക് മുകളിലേക്ക് എന്ത് എല്ലാ അധികാരവും ഉണ്ട്. എൻ്റെ ഭാര്യ പ്രസവിക്കും, ചിലപ്പോൾ എൻ്റെ ഭാര്യ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു, നിങ്ങളാരാ ചോദിക്കാൻ എന്നൊരു ബോധമുണ്ട്. ആ ബോധത്തിനുള്ള പരിഹാരം നിയമപരമായ പരിഹാരമല്ല. ആ ബോധത്തിനുള്ള പരിഹാരം നമുക്ക് ഈ ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റുന്നതുമല്ല. ഞാൻ എത്താം സി മുഹമ്മദ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മൻസൂർ കെ, അദ്ദേഹം അക്യുപഞ്ചർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ മൻസൂർ കെ, ഈ പ്രസവത്തിന് അക്യുപഞ്ചർ കൂടെ സുരക്ഷിതമായി പ്രസവിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് അവകാശവാദം ഉണ്ടോ? ആദ്യമായിട്ട് ഒരു തിരുത്ത്, അതായത് അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ്, AFK അല്ല. ഒന്നാമത്തത്. രണ്ടാമതായി ഈ മരിച്ച സഹോദരിയുടെ മരണത്തിൽ അഗാധമായിട്ടുള്ള താങ്കൾ ഈ ഡോക്ടർ കെ മൻസൂർ, ഒറ്റ മിനിറ്റ്, ഡോക്ടർ കെ മൻസൂർ MBBS MD എന്നൊരു വെബ്സൈറ്റിൽ കണ്ട ആള് താങ്കൾ തന്നെയാണോ? അല്ല, തീർച്ചയായും അല്ല. ഞങ്ങൾ ഡോക്ടറിന് കൊടുക്കാറില്ല അക്യുപഞ്ചറിസ്റ്റ്. അല്ല, ഓക്കെ, വിട്ടു. ഓക്കെ, ഈ സഹോദരിയുടെ മരണത്തിൽ അഗാധമായിട്ടുള്ള താങ്കൾ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന ആളാണോ? വിമർശവും രേഖപ്പെടുത്തട്ടെ. ഒന്നാമതായിട്ട്, കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അക്യുപഞ്ചർ എന്നുള്ള സിസ്റ്റത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ്. കാരണം വെച്ചാല് ഈ പറയപ്പെടുന്ന ഒന്നും അക്യുപഞ്ചറിൽ ഇല്ല. അക്യുപഞ്ചർ എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുകയും ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ അംഗീകാരത്തോടു കൂടി കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതിലൊരിക്കലും പ്രസവം എടുക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നാമതൊരു ഉടായ്പാണ് സാർ നിങ്ങൾ പറയുന്നത്. ഒന്നാമതൊരു ഉടായ്പാണ്. കേരളത്തിൽ ഇല്ല, ഒന്നാമതൊരു ഉടായ്പാണ്. കേരളത്തിൽ നിങ്ങൾ ഒരു നിയമ സംവിധാനം അനുസരിച്ചല്ല ചികിത്സിക്കുന്നത്. പോട്ടെ, വിട്ടേക്കും. ഞാനൊരു വീഡിയോ അങ്ങനെ കാണിക്കാം. താങ്കൾ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെ പ്രസവത്തിന് അക്യുപഞ്ചർ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരൊറ്റ വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം വൈറലായ വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ആവോ? ഞാൻ ഇപ്പം അങ്ങനെ എത്താം, പ്ലേ ആവോ? ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്യുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്യുഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഷർബീന മേഡത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ നുസ്രത് മേഡത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷർബീന മേഡം, തൃശ്ശൂർ. 5-ാം ദിവസം 6-ാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത്. ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നുമല്ല, മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ്. ശരി, ശ്രീ മൻസൂർ കെ, ഇത് കോഴിക്കോട് നടന്ന പരിപാടിയാണെന്നാണ് എൻ്റെ ധാരണ. ആ പരിപാടിയിൽ ഈ പരിപാടി നടന്നാണെന്ന് പറയും അക്യുപഞ്ചർ അക്കാഡമി എന്ന് പറയുന്ന കോഴിക്കോട് വെച്ച് നടക്കുന്ന കുറേയധികം ഫോളോവേഴ്സ് ഉള്ള, അക്യുപഞ്ചർ പഠിപ്പിക്കുന്ന അവകാശപ്പെടുന്ന, അവരുടെ കോൺവൊക്കേഷന് കുറേയധികം ആളുകൾ വരുന്ന, വലിയ ആളുകളെ ഒന്ന് സ്റ്റേജിൽ പ്രസംഗിപ്പിക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരിപാടിയിലാണ് വീട്ടിൽ പ്രസവിച്ചവർ എന്തോ വലിയ ധീരോദാത്തമായ കൃത്യം നടത്തി എന്ന മട്ടിൽ സ്റ്റേജിൽ കയറ്റി ആദരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് ശ്രീ മൻസൂർ? ഇത് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത് മാത്രമാണ്. ഇതിനൊരിക്കലും ഒരു സിസ്റ്റത്തെ പറയരുത്. ഒരു സിസ്റ്റത്തിലെ, ഉദാഹരണത്തിന് അലോപ്പതിയിലെ ഒരു ഡോക്ടർ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തെയാണോ നമ്മൾ പറയുന്നത്? ഞങ്ങൾ പറയുന്നു അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിൽ കേരളത്തിൽ അംഗീകൃതമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അക്യുപഞ്ചറിസ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട്. ആ കൗൺസിലിന് ആരുടെ അംഗീകാരമുണ്ട്? എവിടെയുള്ള കൗൺസിൽ? അതായത് അക്യുപഞ്ചർ എവിടെയുള്ള കൗൺസിലാണ്? കേരളത്തിലുള്ള കൗൺസിലോ? കേരളത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിലാണ്. കേരള ഗവൺമെന്റിനോട് ഈ പ്രോട്ടോകോൾസ് ആരാണ് ആഷ്മി ഉണ്ടാക്കേണ്ടത്? ഒരു വിഭാഗം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഞങ്ങളാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്കൊരു കേരളത്തിലൊരു കൗൺസിൽ വേണം. ഇന്ന് ഇന്ത്യയിൽ 2 നിങ്ങൾ ഏതാണ്ട് കുറെ സൂചിയുമായിട്ട് ഇറങ്ങുക ശ്രീ മൻസൂർ. നിങ്ങൾ ഏതാണ്ട് കുറെ സൂചിയുമായിട്ട് ഇറങ്ങുക. നിങ്ങൾ എന്തോ കപ്പ് ചികിത്സ ഇറങ്ങുക. നിങ്ങൾ ആ സൂചി കുത്തിയ പ്രസവം വളരെ ഈസിയായിട്ട് നടക്കും നിങ്ങൾ പ്രചരിപ്പിക്കുക. എന്നിട്ട് ആളുകൾ ഇപ്പൊ എത്ര മരണമായി? നിങ്ങളുടെ ഈ ചികിത്സാ രീതി കൊണ്ട് എത്ര മരണമായി? നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അക്യുപഞ്ചർ അല്ല, ഒരുപോലല്ല. ഞങ്ങൾ നടത്തുന്നത് വളരെ പരിശുദ്ധമായ അക്യുപഞ്ചറാണ്. ഈ ആളുകൾ മരിച്ചു പോയപ്പോൾ മോശമായ അക്യുപഞ്ചറാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? നിങ്ങളുടെ ചികിത്സാ രീതി കാരണം ഈ കേരളത്തിൽ മനുഷ്യന്മാർ മരിച്ചു കൂടുന്നു ശ്രീ മൻസൂർ. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഒരു മരണം നടന്നപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയത്. അതിൽ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. കാരണം ഇത് നോക്കേണ്ടതാണ്. ഇതിന്റെ പ്രോട്ടോകോൾ നിശ്ചയിക്കേണ്ടതും ഇതിനെ നിയന്ത്രിക്കേണ്ടതും ആരാണ്? ഗവൺമെന്റ് ആണ്.
അതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ ഞങ്ങളാണ് ആരോഗ്യമന്ത്രിക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ കൊടുത്തത്, നിവേദനം കൊടുത്തത്. ഇങ്ങനൊരു കൗൺസിൽ കേരളത്തിൽ കൊണ്ടുവരണം എന്ന് ശരി, പറഞ്ഞു. ഒറ്റ മിനിറ്റ് മൻസൂർ ഞാനെത്താം. അങ്ങ് അല്പസമയം തുടരണം. ഈ ഒരു അൽത്താഫ് എന്ന് പറയുന്ന ഒരാൾ ചേരുന്നുണ്ട്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീട്ടിൽ പ്രസവിച്ചവരെ സ്റ്റേജിൽ വിളിച്ച് ധീരോദാത്ത പ്രവർത്തനം നടത്തിയെന്ന് ആദരിച്ച ഈ അക്യുപങ്ചർ അക്കാദമിയുടെ ആളാണ് ശ്രീ അൽത്താഫ്. നിങ്ങൾക്ക് ഈ വീട്ടിൽ പ്രസവിച്ചവരെ വേദിയിൽ വിളിച്ചു വരുത്തി ഇത് ഹോം ഡെലിവറിക്കുള്ള പ്രൊമോഷൻ അല്ല എന്ന് പറഞ്ഞ് അതിന് പ്രൊമോഷൻ കൊടുക്കാനുണ്ടായ ചേതോവികാരം എന്താണ്? നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ പ്രവർത്തനം ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ശ്രീ അൽത്താഫ്? അല്ല ഹാഷ്മി, ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വിഷയം മുഴുവൻ കേൾക്കാൻ തയ്യാറാകണം എന്നാണ്. അതായത് അക്യുപങ്ചർ ചികിത്സയും പ്രസവവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അക്യുപങ്ചർ ഒരു നാച്ചുറൽ ചികിത്സയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണെന്നേ നിങ്ങളുടെ വേദിയിൽ ഞാൻ പറയാം അൽത്താഫെ, പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വേദിയിൽ വിളിച്ച് ഈ യുവതികളെ ആദരിച്ചത്? ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ പോയി നോക്കി, അക്യുപങ്ചർ അക്കാദമി എന്ന് പറഞ്ഞ് നിങ്ങൾ മുട്ടിന് വീഡിയോ ഇടുക. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു, 4ാമത്തെ പ്രസവം പ്രസവിച്ചു, സുഖപ്രസവമായിരുന്നു, ആശുപത്രിയിലേക്ക് പോകേണ്ടതില്ലെന്ന സാമൂഹ്യ വിരുദ്ധ സന്ദേശം നിങ്ങൾ കൊടുക്കുക. അൽത്താഫെ, നിങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധ പണിയാണ്, ക്രിമിനൽ പണിയാണ്. യു ആർ നോട്ട് ലിസണിങ് മീ ആക്ച്വലി. അതായത് എന്റെ വൈഫ് അലോപ്പതി പ്രസവം പ്രസവിച്ച ഒരു സ്ത്രീയാണ്. എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ച ഒരു സ്ത്രീയാണ്. അതിനുശേഷം എന്റെ വൈഫും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രയാസം ഉണ്ടാകുന്നു. അതിനുശേഷം എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോകാൻ വിമുഖത കാണിക്കുന്നു. പിന്നീടുള്ള പ്രസവങ്ങൾ വീട്ടിൽ സംഭവിച്ചു എന്നുള്ളത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അതായത് ഇന്ന് സമൂഹത്തിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ പേഴ്സണൽ കാര്യമായിക്കോട്ടെ സാറേ. ശ്രീ അൽത്താഫ് മുഹമ്മദ്, താങ്കളുടെ ഭാര്യയുടെ ആരോഗ്യവും താങ്കളുടെ കുഞ്ഞിന്റെ ആരോഗ്യവും താങ്കളുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ലെന്നേ. ഇത് കേരളമാണ്. കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനം ഉള്ളതാണ്. നിങ്ങൾക്ക് എന്റെ ഭാര്യ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല അവിടെ. ശ്രീ അൽത്താഫ് എങ്കിലും പോകട്ടെ. നിങ്ങൾ ഇവിടെ പ്രമോഷൻ നടത്തുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ വീട്ടിൽ പ്രസവിച്ചാൽ എന്തോ ആനക്കാര്യമാണ്, ആശുപത്രിയിൽ പോകുന്ന എന്തോ അധമ പണിയാണ് എന്ന് നിങ്ങൾ പ്രചരണം നടത്തുകയാണ്. അൽത്താഫെ, നിങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്. നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളെ കൊലക്കി കൊടുക്കലാണ്. ചെയ്യരുത്. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രസവം എന്നുള്ള ഒരു വിഷയത്തെ ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടു? പ്രസവിക്കുന്ന സ്ത്രീകളോട് ചോദിക്കണം. ഗവൺമെന്റ് സംവിധാനങ്ങൾ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് ഫെസിലിറ്റിയുടെ കുറവ് കൊണ്ടാണ് നിങ്ങൾ ഈ വീട്ടിൽ പ്രസവിക്കുന്നത്? ഈ വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അനുഭവം പറയാനുണ്ടാവും. അതൊരു അക്യുപങ്ചർ ചികിത്സയെന്നോ ഏതെങ്കിലും ഒരു ചികിത്സയിലേക്ക് വെച്ച് കെട്ടാനല്ല. എന്റെ ഭാര്യ അടക്കം അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇതുവരെ സമാധാനം പറയാൻ നിങ്ങൾ വ്യവസ്ഥാപിതമായി ചെയ്യുന്ന പണിയെ പറ്റി ഞാൻ പറഞ്ഞത്. വ്യവസ്ഥാപിതമായി ചെയ്യൽ എന്റെ പേഴ്സണൽ, നിങ്ങൾ വ്യവസ്ഥാപിതമായി ചെയ്യുന്ന സാമൂഹ്യദ്രോഹ പ്രവർത്തനത്തെ പറ്റി പറയുന്നേ. നിങ്ങൾ അക്യുഷ് എന്ന് പറയുന്ന ഒരു അക്യുപങ്ചർ അക്കാദമി ഉണ്ടാക്കുക. നിങ്ങൾ ഒന്നും അറിയാത്ത പാവം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ വീട്ടിൽ പ്രസവിക്കലാണ്, ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് നല്ലത് എന്ന പ്രമോഷൻ കൊടുക്കുക. ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് എന്തോ മഹാപരാധമാണെന്ന് ഒന്നും അറിയാത്ത മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ആൾക്കാരെ കൊലക്കി കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ശ്രീ അൽത്താഫ്, ഈ പറയുന്ന വീട്ടിലെ പ്രസവത്തിൽ എത്ര മരണങ്ങൾ ഈ കേരളത്തിലുണ്ടായി? പ്രസവിച്ചുണ്ടാകുന്ന പ്രയാസങ്ങൾ സ്ത്രീകൾക്ക് മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനത്തെ സ്ത്രീകൾ ആശുപത്രിയിലേക്ക് ക്ഷണിക്കൂ. അവിടെ ഉള്ള വിഷയങ്ങൾ ആരും ഉത്തരവാദിത്തം ഏൽക്കുന്നില്ല. ഇത് ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പൊതു പ്രശ്നമാണ്. ഇത് സ്ത്രീകളോട് തന്നെ ചോദിക്കണം, നിങ്ങൾക്ക് എന്ത് പ്രയാസമാണ്? കഴിഞ്ഞ ദിവസം നിങ്ങളാണ് പൊതുപ്രശ്നം. അൽത്താഫെ, നിങ്ങളാണ് പൊതുപ്രശ്നം. നിങ്ങളാണ് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം എന്തോ മഹാകാര്യമാണെന്ന് പറഞ്ഞ് മനുഷ്യരെ കൊലക്കി കൊടുക്കുന്ന നിങ്ങളാണ് പൊതുപ്രശ്നം. അല്ലാതെ ഒരു പൊതുപ്രസവമല്ല ഇവിടെ. 1300ഓളം കമന്റുകൾ പ്രസവത്തിൽ അഭിനയിച്ച പ്രയാസങ്ങളാണ് അവർ പറഞ്ഞത്. ഹലോ, അതുകൊണ്ട് വീട്ടിലാണ് പ്രസവിക്കുക, അതുകൊണ്ട് വീട്ടിൽ അപ്പുറത്തെ മാടക്കടയിൽ പോയി ബ്ലേഡ് വാങ്ങിച്ച് പുക്കിൾക്കൊടി മുറിക്കുക എന്നൊക്കെ പറയാണോ നിങ്ങൾ? ഒരുക്കി കൊടുക്കണം. ഞാൻ ഒരിക്കലും വീട്ടിൽ പ്രസവിക്കാനോ ഹോസ്പിറ്റലിൽ പ്രസവിക്കാനോ ഇതിനുള്ള സംവിധാനം അവകാശമല്ല, സ്ത്രീകളുടെ അവകാശമാണ്. പക്ഷെ ഒരു സ്ത്രീ വീട്ടിൽ ഉടായ്പ പറയല്ലേ അൽത്താഫെ? നിങ്ങൾ ആ വേദിയിൽ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ആ വേദിയിൽ പറയുന്നത് എന്താണ് ബോഡി മേക്സ് നോ മിസ്റ്റേക്ക് എന്തോ വ്യാജ തിയറി, എന്തോ ഉടായ്പ തിയറി കൊണ്ടാണ് നിങ്ങൾ ആ വേദിയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ആശുപത്രിയിൽ ഇപ്പോൾ പ്രസവിക്കുന്ന എന്തോ മഹാപരാധമാണെന്നാ പറയുന്നത്, വീട്ടിൽ പ്രസവിക്കുന്ന പുണ്യമാണെന്നാ പറയുന്നത്.
അവർക്ക് ഡിപ്രഷനോ അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെടലോ വരാതിരിക്കാൻ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെന്റെ ചികിത്സയുടെ ഉത്തരവാദിത്തമല്ല, എന്റെ വ്യക്തിപരമായ എന്റെ താല്പര്യമാണ്. എന്ത് ഉത്തരവാദിത്തം? അത് എനിക്ക് തക്കതായ എന്ത് ഉത്തരവാദിത്തം? ഒറ്റ ചോദിച്ചോട്ടെ, ചോദിച്ചോ. ഈ പ്രസവത്തിന് അക്യുപങ്ചർ പരിഹാരമാണോ? അല്ലെങ്കിൽ അക്യുപങ്ചർ സൂചി കുത്തിയാൽ പ്രസവിക്കാൻ പറ്റുമോ ഈസി ആയിട്ട്? അക്യുപങ്ചറിൽ ഗർഭകാലയളവിനോ പ്രസവത്തിനോ ചികിത്സയില്ല. 100% ഞാൻ പറയുന്നു, ഗർഭകാലയളവിനോ പ്രസവത്തിനോ അക്യുപങ്ചർ ചികിത്സയില്ല. ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്യുപങ്ചറിസ്റ്റിനെ സമീപിക്കാൻ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു പരസ്യമായി പ്രഖ്യാപിക്കുകയും വീട്ടിൽ പ്രസവിക്കുന്നത് മഹത്തരമാണെന്ന് പറയുകയും ആശുപത്രി പ്രസവിക്കുന്നത് എന്തോ തെറ്റാണ് എന്ന സന്ദേശം കൊടുക്കുകയും പ്രമോഷൻ ചെയ്യുന്നത് ക്രിമിനൽ പ്രവർത്തനമാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. അൽത്താഫ്, നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശുദ്ധി ശരിയായിരിക്കാം. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വരാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധ പണിയാണ്, നിങ്ങൾ ചെയ്യുന്ന ക്രിമിനൽ പണിയാണ്. സി അൽത്താഫ്, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീമതി ഡോക്ടർ ഷിംന ആസിഫ്, ഇതാണ് ഡോക്ടർ ഷിംന. നിങ്ങൾ സംസാരിക്കുന്ന ക്രിമിനൽ ശരി ഡോക്ടർ ഷിംന, ശരി, ഓക്കെ, മനസ്സിലായി. ഡോക്ടർ ഷിംന ഇത്തരത്തിലുള്ള പല വ്യാജവാദങ്ങളും ഇക്കൂട്ടർ പറയും. അക്യുപങ്ചർ ചികിത്സ അല്ല എന്ന് പറയുകയും അതിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുകയും അതിന്റെ വേദിയിലേക്ക് ഈ പറഞ്ഞ വീട്ടിൽ പ്രസവിച്ചവരെ വിളിച്ചു വരുത്തി എന്തോ വലിയ കാര്യം ചെയ്തു എന്നിട്ട് ഏതാണ്ട് ഇസ്ലാമിക സൂക്തങ്ങളുടെയൊക്കെ BGM വിട്ട് പ്രചരണം കൊടുക്കുകയും ചെയ്യും. പാവങ്ങളെ പിന്നെയും ട്രാപ്പിൽ കൊണ്ട് ചാടിക്കും. ഷിംന അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ പ്രചാരകർ കേരളത്തിൽ വേരോടുന്നത് ആരോഗ്യ കേരളത്തിന്റെ മണ്ടക്കടിക്കലാണ്. ഡോക്ടർ ഷിംന. ഹഷ്മി, ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അൽത്താഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നത്. അയാൾ പറഞ്ഞത് ഏതാണ്ട് ലോകം മുഴുവൻ അംഗീകരിച്ചൊരു ചികിത്സാ രീതിയാണ്, അതിൽ പ്രസവം എന്നൊരു സംഗതി അതിൽ ഇൻക്ലൂഡഡ് അല്ല, അത് നോക്കുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഫലകവും പൊന്നാടിയും മറ്റേ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഗ്രാജുവേഷൻ്റെ സമയത്ത് ധരിക്കുന്ന പോലത്തെ കോൺവൊക്കേഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇത്രയൊക്കെ ആഘോഷിക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മണ്ടത്തരം കാണിച്ചതിൻ്റെ ആഘോഷമായിരുന്നു അത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പ്രസവം ഗർഭം അസുഖമാക്കുകയാണെന്ന്. എൻ്റെ സ്വന്തം അനുഭവം പറയാം. എൻ്റെ സഹോദരന്റെ ഭാര്യ, അവള് പ്രഗ്നന്റ് ആയി ഡോക്ടർ സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ് ഉണ്ട്, കുട്ടിയെ എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. എക്ടോപിക് പ്രഗ്നൻസിയാണ്. ഞങ്ങൾ വിചാരിച്ചു ഫെലോപ്പിയൻ ട്യൂബിൽ അണ്ടവാഹിനി കുഴലിലായിരിക്കാം, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ സൈഡിലായിരിക്കാം. കുട്ടിയെ തെരഞ്ഞിട്ട് കാണുന്നില്ല. കുറേ സ്കാൻ ചെയ്തു, വളരെ സീനിയർ ആയ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. അവസാനം കുഞ്ഞിനെ കണ്ടുപിടിച്ചത് എവിടെയെന്നറിയോ? ലിവറിന്റെ താഴെ. അതായത് ഗർഭപാത്രം എന്ന് പറയുന്ന അടിവയറ്റിലുള്ള അവയവത്തിൽ ഉണ്ടാവേണ്ട കുഞ്ഞ് ഉണ്ടായിരുന്നത് വയറിന്റെ മുകൾ ഭാഗത്ത് വലതുഭാഗത്തായിട്ടുള്ള ലിവറിന്റെ താഴെയായിരുന്നു ആ കുഞ്ഞുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ഈ അക്യുപങ്ചറും നാച്ചുറോപ്പതിയും വീട്ടിലിരിപ്പും ഇളനീര് കുടിപ്പിക്കലും കൊണ്ട് ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഇന്ന് വിഭാര്യനാണ്. കാരണം അവളുടെ ലിവർ റപ്ചറായി പോകും, ലിവർ പൊട്ടിത്തകർന്നു പോകും. ഇത്തരം എങ്ങനെയാണ് ഐഡന്റിഫൈ? അത് നാളെ ഇവർ ഈ പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ ഗർഭിണിയാവുന്ന സമയത്ത് എക്ടോപിക് പ്രഗ്നൻസി എവിടെ ഉണ്ടാവാം, അത് റപ്ചറായി ഉള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി പേഷ്യന്റ് ഡെത്ത് ആവാം. അതെന്താ? ഒരു സ്ത്രീയെ വെറും ഒരു പെണ്ണായി കാണുന്നവർക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാം, പങ്കാളിയായി കാണുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരാൾ ഡെത്തായി നാളെ വേറൊരു പെണ്ണിനെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ലായിരിക്കാം. എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംസാരമാണ് ഞാനിപ്പോൾ കേട്ടത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ചികിത്സയല്ല എന്ന് പറയും, ചികിത്സ ആവശ്യമില്ല ഗർഭത്തിൽ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് 280 ദിവസം എന്ന് ഞങ്ങൾ ഡോക്ടർമാർ പറയുന്ന അത്രയും ദിവസം എത്താറില്ല, ചിലപ്പോൾ മുന്നേ ആവാം, അതിന് ശേഷമാവാം. അത്രയും ദിവസത്തിൽ ഏത് നിമിഷവും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാം. ഒരിക്കലും ഈ ഗർഭം തുടങ്ങുന്ന സമയം തൊട്ട് ഡെലിവറി വരെയും അത് കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പുകളിലും ഡോക്ടർ മരുന്നുകൾ എഴുതുകയോ ചികിത്സിക്കുകയോ അല്ല ചെയ്യുന്നത്. ഇത് ഈ ഒരു ടോക്ക് ഷോ കാണുന്ന എല്ലാവരോടും കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. അയൺ കൊടുക്കുന്നത്, കാൽസ്യം കൊടുക്കുന്നത്, ടെറ്റനസ് ഡിഫ്തീരിയ TD വാക്സിൻ കൊടുക്കുന്നത് എല്ലാം ഒരു സപ്പോർട്ടീവ് സിസ്റ്റം മാത്രമാണ്. ആരും ആരെയും രോഗിയാക്കുന്നില്ല. പിന്നെ ഇയാൾ വലിയ വായിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പേഷ്യന്റിന് ഈ പ്രഗ്നന്റ് ലേഡിക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആശുപത്രിയിലൊന്നും പോയി നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ലേബർ റൂമിൽ പാട്ട് ഓൺ ചെയ്ത് വെക്കാറുണ്ട്. വേദനയില്ലാത്ത പ്രസവം വേണമെന്ന് പറഞ്ഞ എപ്പിഡ്യൂറൽ ഇട്ട് പ്രസവത്തിന്റെ പെയിൻ പോലും അറിയാതെ ഒരു കുഞ്ഞുവാവെ
കയ്യിൽ കിട്ടുന്ന, ഭർത്താവിന് വേണമെങ്കിൽ അടുത്ത് നിർത്താൻ സൗകര്യമുള്ള ആശുപത്രികൾ ഇന്നുണ്ട്. അത്രയും കംഫർട്ടബിൾ ആയിട്ട് ലേബർ റൂമിൽ ഈ പ്രസവം നടക്കുന്നുണ്ട്. ഞാൻ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഞാൻ പഠിച്ചൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ അവിടുത്തെ ലേബർ റൂം കണ്ടിട്ടുണ്ട്. ഒട്ടേറെ ലേബർ റൂമുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. എവിടെയാണ് ഈ ആൾ ഈ പറയുന്ന പീഡനം കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്താൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം എല്ലാ ആശുപത്രിയിലും ഉണ്ട്, ഇവിടുത്തെ ആരോഗ്യ വകുപ്പിലുണ്ട്, ഇവിടുത്തെ നമ്മളുടെ ഇത് കേരളമാണ്, ഇത് ഞാൻ ജോലി ചെയ്യുന്ന ബീഹാർ അല്ല. അപ്പോൾ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റവും കണ്ട ഒരാളാണ് ഈ സംസാരിക്കുന്നത്, നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ സംസാരിക്കുന്നത്. ഈ പറയുന്നത് തികച്ചും വസ്തുതാരഹിതമായ കാര്യങ്ങളാണ്. ഇവിടെ ഡെലിവറിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് ഡെലിവറി നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഡെലിവറി വരെ അവർ ഇളനീർ വെള്ളം കുടിച്ച് ഇരുന്നു തന്നെ ഇരിക്കട്ടെ, അവർ പ്രസവിക്കുന്ന സമയത്ത് അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരുപക്ഷെ യൂട്രസ്, ഗർഭപാത്രം റപ്ചറായി പോവാം, കുട്ടി തകർന്നു പോവാം, ആ കുട്ടി മരിക്കാം, അമ്മ മരിക്കാം. ആര് സമാധാനം പറയും? ഈ സൂചി കുത്തിക്കൊണ്ടിരിക്കുന്നവരോ? അവരെന്നെ കൈയടിഞ്ഞു. അവരിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പ്രസവമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പുറത്ത് അവരെന്താ ചെയ്യുന്നത്? ഫലകവും പൊന്നാടയും കൊടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ അസ്മയുടെ കേസിൽ എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരു പ്രഗ്നന്റ് ലേഡി അവിടെ ഉണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല. എന്തുമാത്രം എന്താ പറയുക, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ഇങ്ങനെ വളർന്ന് പൊങ്ങാനുള്ള കാരണം തന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള റീൽസുകളായിരിക്കാം, അതിലേക്ക് ആളുകൾ ഭ്രമിച്ചു പോകുന്നതായിരിക്കാം, ഫേസ്ബുക്ക് ആവാം, ന്യൂസ് ആവാം, യൂട്യൂബിൽ പിന്നെ വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടാണ്. ആരെന്ത് പറഞ്ഞാലും ഒന്ന് കുറച്ച് വ്യൂ ഉണ്ടാക്കിയാൽ മതി, ബൈറ്റ്സ് ഉണ്ടായി, ക്ലിക്ക് ബൈറ്റ്സ് ഇടണം. എന്തുമാത്രം വല്ലാത്തൊരു ഈ കേരളത്തിന് ഈ കേരള മോഡൽ എന്ന് പറയുന്ന 1,19,000 മെറ്റേണൽ മാതൃമരണം മാത്രം നടക്കുന്ന ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു സിസ്റ്റമുള്ള നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ട് പോകാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത്. ഇതിൽ ആകർഷിതരായി മുന്നോട്ട് പോകരുത്, ജീവൻ വച്ച് കളിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു പ്രശ്നം വരുമ്പോൾ ഇവരാരും കൂടെ നിൽക്കുന്നില്ല, എല്ലാവരും കൈയൊഴിയുകയാണ്. നേരെ മറിച്ച് നമ്മൾ കേരളത്തിലെ ഏറ്റവും കുറവ് പറഞ്ഞു കൊടുത്തേക്കും. ഓക്കെ, ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു സെക്കൻഡ്, മെറ്റേണൽ ഡെത്ത് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മമാർ മരിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടെത്തി ആ ഫയൽ കൃത്യമായി കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മെറ്റേണൽ ഈ ഡെത്ത് ഓഡിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ നന്നായിട്ട് സിസ്റ്റത്തിലാണെങ്കിൽ, അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അത് സിസ്റ്റത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ദുരൂഹതയും മോഡേൺ മെഡിസിൻ ആശുപത്രികളിലില്ല. അത് വ്യക്തമാക്കാൻ ഒരു മടിയും എവിടെയുമില്ല. നമ്മൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, എല്ലായിടത്തും നമ്മൾ ഉത്തരം തരാൻ തയ്യാറാണ്. ഇതുപോലെ ഒളിച്ചു കളിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല, കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാവും. ഓക്കെ, യു.പിയിലും ബീഹാറും പോലുള്ള സംസ്ഥാനങ്ങളിൽ മാതൃ ശിശുമരണ നിരക്കുകളുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടും. അതിൽ കേരളം ഏറ്റവും കുറവായത് എന്ന് പറഞ്ഞാൽ 1000 ബർത്തിൽ 2 മരണം അല്ലെങ്കിൽ 1 മരണം എന്നൊക്കെയുള്ള വളരെ തുച്ഛമായ നിരക്കിലേക്ക് നമ്മുടെ കേരളം എത്തുന്നത് ദീർഘനാളത്തെ എന്ന് പറഞ്ഞാൽ കേരളപ്പിറവി മുതലുള്ള ഇങ്ങോട്ടുള്ള കാലത്തെ നമ്മുടെ പ്രപിതാക്കളുടെ അങ്ങേയറ്റത്തെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുത്ത നേട്ടമാണ്. ആ നേട്ടത്തെ കൊണ്ട് അറബിക്കടലിൽ താഴ്ത്താൻ വീട്ടിലെ പ്രസവമാണ് ഗംഭീരം, വീട്ടിലെ പ്രസവം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകരുത്, അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കരുത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അലോപ്പതി വരുന്ന മഹാപ്രശ്നമാണ്, ഈ പറഞ്ഞ അക്യുപങ്ക്ചറും ബാക്കി ഈ പറഞ്ഞ വ്യാജ ചികിത്സാ രീതികളുമാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വന്നാൽ അവന്മാരെ പിടിച്ച് പൂട്ടേണ്ട ബാധ്യത നമുക്കുണ്ട്. ശ്രീ നാസർ ഫൈസി കൊടുത്തായി ഈ പറയുന്ന അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആൾ എടുത്തണിയുന്ന വേഷം മതത്തിന്റെ വേഷമാണ്. അയാളുടെ ഈ പറയുന്ന യൂട്യൂബിൽ ഇയാൾക്ക് 40-45,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലാതെയും ഇയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫോളോവേഴ്സിനോട് ഇയാൾ പറയുന്ന അങ്ങേയറ്റം അബദ്ധജടിലമായ ഇത്തരം കാര്യങ്ങളായിരിക്കുമല്ലോ ശ്രീ നാസർ ഫൈസി കൂടത്തായി. ഈ പല മതസൂക്തങ്ങൾ, പല ഖുർആൻ സൂക്തങ്ങൾ, പല വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് തെറ്റാണ്, പടച്ചവന്റെ വിധി നേരിട്ട് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞ് ട്രാപ്പിലാക്കാൻ നടക്കുന്ന ചില മതപ്രഭാഷകരുണ്ട് ശ്രീ നാസർ ഫൈസി കൂടത്തായി. അവരെ തടയേണ്ട ഉത്തരവാദിത്വം മത നേതൃത്വത്തിന് തന്നെയാണ്. അല്ല, ഇവിടുത്തെ നിയമങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ പഴുത് നൽകുന്ന കാലത്തോളം മത പണ്ഡിത സംഘടനകൾ അതിൽ പഴിചാരപ്പെടേണ്ടതില്ല. വേഷം ആർക്കും ധരിക്കാം. പണ്ഡിത വേഷധാരികൾ എന്ന പ്രയോഗം തന്നെ അതിന് അനുയോജ്യമായൊരു ഘടകമാണ്. അതുകൊണ്ട് ഇത്തരം പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇത്തരം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അത് തെറ്റാണ്, അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുക മാത്രമാണ് പണ്ഡിത സംഘടനകൾക്കും മതസംഘടനകൾക്കും ഉണ്ടാകുന്നത്. അതവർ നിരന്തരമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഒരളവോളം ഇത്തരം
കപട വേഷധാരികൾ അല്ലെങ്കിൽ ചൂഷക വിഭാഗം അവരുടെ നിറഞ്ഞാട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പെങ്കിലും ഉണ്ടാവാൻ പല ഭാഗത്തും സാധിക്കുന്നത് ഈ ബോധവൽക്കരണങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആശ്മി, നമുക്കറിയാം, തികച്ചും അന്ധവിശ്വാസങ്ങളുടെ ഒരു കലവറയാണ് സമൂഹത്തിൽ ഇന്ന് ചിലർ മതത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പാണ് കുഞ്ഞിൻ്റെ മുലപ്പാൽ പോലും തടയുന്നത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പണ്ഡിതൻ തൻ്റെ ഭാര്യയുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ തൻ്റെ ഭാര്യയുടേതല്ല മറ്റൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരു സ്ത്രീയുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പാടില്ല എന്ന കുഞ്ഞിൻ്റെ മൗലിക അവകാശത്തെ പോലും തടയുന്ന വിധത്തിലേക്ക് ചില ആത്മീയ ചികിത്സക്കാർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ ചർച്ച ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. അന്നും നമ്മൾ നിലപാട് കൃത്യമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഴുതടച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അന്ധവിശ്വാസങ്ങൾ എന്ന വിധത്തിലുള്ള സമൂഹം മൊത്തം അംഗീകരിക്കുന്ന, ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും സംഘടനകൾ പക്ഷം ചേർത്തുകൊണ്ട് ആരോപിക്കുന്ന അന്ധവിശ്വാസങ്ങളല്ല, മതപരമായ പ്രാമാണികമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളാണെന്ന് ഇവിടുത്തെ പണ്ഡിത സഭകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ ഗവൺമെൻറ് മുഖവിലക്കെടുത്തുകൊണ്ട് ഇത്തരം അനാചാരങ്ങളും അതുപോലെ തന്നെ ചൂഷക വിഭാഗം മതത്തെ കൂട്ടിപ്പിടിച്ചു നടക്കുന്ന നിലപാടുകളെയും തികച്ചും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂച്ചുവിലങ്ങിടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹം രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. രക്തസ്രാവം അതായത് നോക്കി നിന്നു. എന്നിട്ടും അദ്ദേഹം ഡെഡ് ബോഡി മയ്യത്ത് ജീവനുണ്ടെന്ന വ്യാജേന മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ആംബുലൻസിൽ കടത്തി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വളരെ ബോധ്യത്തോടുകൂടി പറയട്ടെ, കൊലക്കുറ്റത്തിന് അയാൾക്ക് കേസെടുക്കേണ്ടതാണ്. ഇത് അയാൾ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ കൊലക്കുറ്റത്തിന് അയാൾ കേസെടുത്ത് അയാളെ ജയിലിലടക്കുകയും അതിൻ്റെ നിയമ നടപടികളുമായി കൊണ്ട് മുന്നോട്ട് പോകണം. ഇത് വളരെ കൃത്യം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള ആളുകൾ അഴിഞ്ഞാടുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ മരണങ്ങൾ സ്വാഭാവികമാണ്. അക്യുപഞ്ചറിൻ്റെ ഭാഗത്തോളം അക്യുപഞ്ചറിൻ്റെ ഒരു വ്യക്തി ടെലിഫോൺ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. അക്യുപഞ്ചർ ഇതിന് ഉത്തരവാദിയല്ല. അക്യുപഞ്ചർ ഉത്തരവാദിയല്ല എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ പഠിച്ചിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെ പ്രസവ ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ പ്രസവാനന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അക്യുപഞ്ചറിനെ ബാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വീട്ടിൽ പ്രസവം നടത്തുന്നതിനെ പർവ്വതീകരിച്ച് അതിന് വലിയൊരു അവാർഡ് കൊടുത്ത് അതിന് കിരീടം നൽകി ആദരിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇപ്പോൾ പ്രസവം വീടുകൾ നടക്കുന്നത് പൂർവ്വ കാലഘട്ടത്തിലാണ്. നേരത്തെ ആശിമാർ പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ പ്രസവങ്ങൾ ആശുപത്രിയിലാണോ നടക്കുന്നത്? പഴയ കാലഘട്ടങ്ങളിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ടായാൽ കിഡ്നി മാറ്റിവെക്കൽ സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ രോഗി ചെയ്യാറുള്ളത് മരിച്ചു പോവുകയാണ്. കരൾ മാറ്റിവെക്കൽ സംവിധാനം പണ്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കണ്ടുവരുന്നത് ആ രോഗി മരിച്ചു പോവുകയാണ്. അതുപോലെ ആശുപത്രികളില്ലാത്ത കാലഘട്ടത്തിൽ, വൈദ്യശാസ്ത്രം വളരാത്ത കാലഘട്ടത്തിൽ ഒരുപാട് ഗുഹാവാസികളായിരിക്കുന്ന സ്ത്രീകളും പ്രസവിക്കുന്നുണ്ട്. അവർ ഗുഹയിലാണ് പ്രസവിക്കുന്നത്, അവർ ആശുപത്രിയിൽ പോയിട്ടല്ല. ഇപ്പോൾ ജർവകളുണ്ട് അന്തമാൻ ദ്വീപിൽ, ജർവകൾ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അത് മനുഷ്യ സ്ത്രീകളാണ്. ഈ പ്രസവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും നിരവധി ജർവ കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്. ഗുഹാവാസികളായ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മരണം ധാരാളമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ 1000-1 കുട്ടി വീതം മാത്രമേ ഈ പ്രസവാനന്തരം പ്രസവ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം വളർന്നു. ആ വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു. കിഡ്നി രോഗികൾ മരിച്ചു പോകുന്നില്ല. അവർക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിരവധി കാലം ജീവിക്കാൻ സാധിക്കുന്നു. കരൾ മാറ്റിവെക്കൽ സംവിധാനത്തിന് നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ഈ വളർച്ച പ്രകൃതിപരമാണ്. അതിൻ്റെ കൂടെയാണ് മതമുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത്, രോഗം തരുന്നത് തമ്പുരാനാണ്, അള്ളാഹുവാൻ. ആ റബ്ബ് തന്നെ ലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ചികിത്സാ രീതികൾ. ശാസ്ത്രവും അതുപോലെ തന്നെ അലോപ്പതിയും വൈദ്യശാസ്ത്രവും കാര്യങ്ങളൊക്കെ തന്നെ പുരോഗതിയിലേക്ക് കൊണ്ടുവരണം എന്നു തന്നെയാണ്. അടിസ്ഥാനപരമായി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അവിസന്ന എന്ന് പറയുന്ന ഇബ്നു സീനയാണ്. ഇബ്നു സീന കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. കൊർഡോവ എന്ന യൂറോപ്യൻ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന വിധത്തിലേക്ക് ശാസ്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും വികസിപ്പിച്ചു കൊണ്ടുവരുന്ന പദമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇത്തരം കപടന്മാർ മനുഷ്യനെ കൊല്ലുന്ന പ്രവണത തടയാൻ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കുകയാണ് വേണ്ടത്. ഇതിവിടെ മാത്രമല്ല, ഇത്തരം ആത്മീയ ചികിത്സാ രീതികളുടെ മറ പിടിച്ചുകൊണ്ട് മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ മാത്രമല്ല, യൂട്യൂബ് ചാനലുകളിലും ഈ പറയുന്ന അക്യുപഞ്ചർ അക്കാഡമിയുടെ ആ വീഡിയോ ഒക്കെ ഇട്ടാൽ തന്നെ ചില ഇസ്ലാമിക സൂക്തങ്ങളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ഖുർആൻ സൂക്തങ്ങളൊക്കെ ഇടാം. എന്തിനായിരുന്നു ആർക്കറിയാം? അപ്പോൾ അവർ മതത്തെ മറയാക്കുകയാണ്. താങ്കൾ നന്നായി പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മുഹമ്മദ് ഷഫീഖ്, ഇയാളുടെ ഒപ്പം ഇത്രയും വർഷം ജീവിച്ച ഒരു പാവം സ്ത്രീയാണ്.
ആശാവർക്കർ ഒന്ന് ഗർഭിണിയാണെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇയാളുടെ പ്രേരണ കൊണ്ട് പറഞ്ഞതാണ് ആ പ്രേരണ. അയാളുടെ 4 കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയാണ്. ഇയാൾ മരിച്ചു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ മുഖത്ത് സങ്കടം തരിമ്പിനുണ്ടായിരുന്നോ ശ്രീ മുഹമ്മദ് ഷഫീഖ്? അദ്ദേഹം തീർച്ചയായിട്ടും അവിടുന്ന് മരണം നടന്നത് അദ്ദേഹമായിട്ട് ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെയാണ് അദ്ദേഹം വിവരം അറിയിച്ചത്. അദ്ദേഹമാണ് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം നോക്കിയത് ഇവിടെ വരുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നോക്കിയത്. കാരണം പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ആലപ്പുഴയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇത് മറവ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നും നല്ല രീതിയിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്നും നിങ്ങളിങ്ങോട്ട് പോരെ എന്നും ഇവിടെ മയ്യത്ത് മറവ് ആടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്നും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരനോട് വിളിച്ച് പറയുകയുണ്ടായി. ഈ സഹോദരൻ അതിൽ നിരപരാധിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് എന്ന് പറയുന്ന അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹമാണ് ഈ മരണപ്പെട്ട അസ്മയുടെ ആങ്ങളെ വിളിച്ചത്, ആദ്യം തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു മനുഷ്യനും അദ്ദേഹം അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഭാര്യ മരിച്ചതോ അതിനെക്കുറിച്ചൊന്നും അറിയിച്ചില്ല. 10-15 കിലോമീറ്റർ ദൂരമുള്ള ആളുകളെയാണ് അദ്ദേഹം കൂട്ടിന് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അങ്ങനെ അവർ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒന്ന് നിലവിളിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ഞങ്ങൾ മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഞങ്ങൾ പോലീസിനെ അറിയിക്കുകയെല്ലാം ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഞങ്ങളുടെ നേരെ തട്ടിക്കയറുകയുണ്ടായി. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് പോലീസ് കേസാണ്, ഞങ്ങളുടെ പെങ്ങളാണ് മരിച്ചേക്കണത്, ഞങ്ങൾക്ക് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയണം. അപ്പോൾ അദ്ദേഹം അതനുസരിച്ച് ഞങ്ങളോട് പ്രകോപനപരമായി പെരുമാറാനും അവിടുന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടൊക്കെ അദ്ദേഹം നോക്കി. അപ്പം ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത്, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ആത്മീയ ചൂഷക സംഘങ്ങളാണ് ഇവര്. അയാൾ ഉണ്ടാക്കിയ പ്രകോപനത്തിന്റെ ഭാഗമായി ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ആ ഉന്തും തള്ളും ഉണ്ടാക്കിയ നിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ചെറുതായിട്ടും ഞങ്ങൾക്കെതിരെ കേസെടുക്കുക, അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പരാതി കൊടുക്കുകയും പോലീസ് വന്ന് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സയായിട്ട് അദ്ദേഹം സ്കാനിങ്ങും എക്സ്റേയും എല്ലാം അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഇല്ലാത്ത ചികിത്സ അദ്ദേഹത്തിന് വേണം. അപ്പോൾ തന്നെ നമുക്കറിയാലോ അദ്ദേഹം ഭാര്യയെ കൊലക്ക് കൊടുത്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഡോക്ടറെ കാണുകയോ ഇതൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ ഞാനും ഇയാളുടെ ഈ അങ്ങേയറ്റത്തെ ദുരൂഹത ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മതപണ്ഡിതനോ ഒന്നും ഇദ്ദേഹം അല്ല. ഇദ്ദേഹം വെറും നിസ്സാര വർഷമാണ് ഇദ്ദേഹം ഈ പള്ളി ദർസിൽ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉസ്താദ് തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം 6ാം ക്ലാസ് മാത്രം അത്രയിട്ടേ ഉള്ളൂ. അദ്ദേഹമാണ് അക്യുപങ്ചറിന്റെ വലിയ നേതാവായും വലിയ ഒരു ആത്മീയ സംഘങ്ങളുടെ നേതാവായും ഇങ്ങനെ ചമഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്ത് വളരെ ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞാലുള്ള ഒരു വോയിസ് കിട്ടുന്നില്ല. കാരണം നമുക്ക് അത്രയ്ക്കും പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഇപ്പം ഞങ്ങളുടെ പെങ്ങളിൽ നിന്ന് ഇദ്ദേഹം ചെയ്തു വച്ചേക്കുന്നത്. ഞങ്ങളുടെ ഉടായ്പാണ്, 1-ാം നമ്പർ ഉടായ്പാണ്. അയാളുടെ വീഡിയോ ഒക്കെ പാവങ്ങളെ പറ്റിക്കാനുള്ള തട്ടിപ്പാണ്. അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അപ്പോൾ അതിന്റെ വരുമാനം ഉണ്ടാകും, വേറെ വഴിക്കുള്ള വരുമാനമൊക്കെ ഉണ്ടാവും. 1-ാം തരം തട്ടിപ്പുകാരൻ മാത്രമല്ല, അയാൾ 1-ാം തരം ക്രിമിനലുമാണ്. നമുക്ക് പറയാനുള്ളത്, സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് ഡോക്ടർ ബിജോയ് CP ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്ര വിരുദ്ധത അല്ലെങ്കിൽ ഈ പ്രകൃതിശാസ്ത്ര മൗലികവാദം തുടങ്ങിയൊന്നും നമുക്ക് പുതിയ കാര്യമല്ല. നേരത്തെ നിപ്പ കാലത്ത് വവ്വാല് കഴിച്ച പഴങ്ങൾ കഴിച്ച ഒരു കുഴപ്പമില്ല തെളിയിക്കാൻ വേണ്ടി പഴം കഴിച്ചൊരു മഹാനെ നമ്മൾ കാണും. വവ്വാല് കഴിച്ച് പഴം കഴിച്ചൊരു മഹാനെ നമ്മൾ കണ്ടതാണ്. പാവം കോടൊന്ന് മരിച്ചുപോയി, പേര് പറഞ്ഞില്ല, പോട്ടെ. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ ബിജു, ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോഴുള്ള പ്രശ്നം, ഇപ്പോൾ കൊളസ്ട്രോളിന് മധുരം കഴിക്കരുത് എന്നൊരാൾ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവർ 10 പേരാവുകയും കൊളസ്ട്രോളിന് പ്രകൃതിപരമായി ലഡ്ഡു കഴിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നവർ 150 പേരാവുന്ന എണ്ണത്തിലുള്ള വർധനയാണ്. ഈ പറയുന്ന വീട്ടിലുള്ള പ്രസവത്തെ അംഗീകരിക്കുന്നവരുടെ എണ്ണം കണ്ട് നമ്മൾ തലവരുത്തുവോ? അതെന്തുകൊണ്ടാണ് ഈ ആധുനിക വൈദ്യശാസ്ത്ര വിരുദ്ധതയ്ക്ക് ഇപ്പോൾ ഇത്ര ആഴത്തിൽ വേരോട്ടമുണ്ടാവുന്നത്? അതിൽ നമ്മുടെയൊക്കെ എന്തെങ്കിലും പിഴവോ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ബോധവൽക്കരണത്തിന് സ്കോപ്പ് ഉണ്ടോ ഡോക്ടർ ബിജോയ്? ഹഷ്മി, അത് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം എനിക്ക് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ
വളരെ ഗഹനമായ പഠനം അർഹമായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത് 3.5 ലക്ഷത്തിനടുത്ത് പ്രസവങ്ങൾ കേരളത്തിൽ ഒരു വർഷം നടക്കുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 500-ൻ്റെ അടുത്താണ് ഹോം ഡെലിവറി ഉണ്ടാവുന്നത്. ഈ 3.5 ലക്ഷത്തിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന പ്രസവങ്ങളെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസാണ്. അതിൽ 99% ഇതിനു മുൻപ് സംസാരിച്ച വ്യക്തി ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടി ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളതൊന്നും പരിശോധിക്കുന്നില്ല എന്നൊക്കെ. കേരളത്തിനെ പോലെ അത്രയധികം സോഷ്യൽ ഓഡിറ്റ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് എല്ലാ ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണും ഓരോരോ ആളുകളും ഒരു മാധ്യമ പ്രവർത്തകനുമായി മാറുന്ന ഒരു സ്ഥലത്ത് അതിൽ 50%-ലധികം സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിട്ട് പ്രസവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആരോപണങ്ങളുമായി വരുന്നത് തൊട്ട് മുൻപ് നമ്മൾ കണ്ടു. ഒരു വ്യക്തി വന്ന് നമ്മളെ മുൻപാകെ പറയുകയാണ്, ഒരു ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്, നിങ്ങൾ ചോദിച്ചു നോക്കൂ എത്ര പ്രശ്നങ്ങളാണ് ആശുപത്രികളിൽ നടക്കുന്ന ഡെലിവറിയായി ബന്ധപ്പെട്ടിട്ട്, എല്ലാം പ്രശ്നങ്ങളാണ്, നിങ്ങൾ അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ആ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്ന ആളുകൾ ഒരു ചാനലിൽ വന്നിരുന്ന് പറയുകയല്ലേ, ഒരു തെളിവുകളും ഇല്ലാതെ അയാൾ അങ്ങനെ പറയുമോ എന്നുള്ളൊരു ധാരണയാണ് കാണുന്ന ആളുകളുടെ മുൻപാകെ ഉണ്ടാവുന്നത്. വളരെയധികം പ്രതിഷേധമുണ്ട് എനിക്ക്. കാരണം അത്രയധികം കുറ്റമറ്റ രീതിയിൽ അതുകൊണ്ട് കൂടിയാണ് കേരളത്തിന് മുൻപ് നമ്മളിവിടെ സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചു, നമ്മളുടെ മാതൃമരണ നിരക്ക് 19 സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ മാതൃമരണ നിരക്കാണ് കേരളത്തിലുള്ളത്. അമേരിക്കയിൽ പോലും ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ തെളിവുകളുടെ ഒരു കണിക പോലും ഇല്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് പോവുക എന്ന് പറയുകയും പിന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പുതിയൊരു ട്രെൻഡ് കേരളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണത്. അതിനെപ്പറ്റി നടക്കാനുള്ള ഒരു ശാസ്ത്രീയ വിശകലനം ചെയ്യാനുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കേണ്ടത് എല്ലാവരുടെയും ഒരു അത്യാവശ്യമാണ്. കാരണം സത്യാനന്തര കാലത്ത് അത് വളരെയധികം ഇടപെടുകയാണ്. എന്തായാലും എന്തുകൊണ്ടാണ് അത്തരം വ്യാജങ്ങൾക്ക് ഇത്രത്തോളം വേരോട്ടം ഉണ്ടാവുന്നത് എന്ന് സർക്കാർ അക്കാദമി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അക്യുപഞ്ചർ അക്കാദമി എന്ന് പറയുന്ന അക്കാദമിയുടെ വേദിയിലേക്ക് വീട്ടിലെ പ്രസവിച്ചവരെ വിളിച്ചു വരുത്തി ആദരിക്കുന്നതാണ്. അത് ഒറ്റനോടും നിയമപരമായി നോക്കിയാൽ തെറ്റാവില്ല. പക്ഷേ അതിലൊരു ക്രിമിനൽ പ്രവർത്തനം ഉണ്ട്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഇത്തരം വീട്ടിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ആധുനിക ശാസ്ത്രവിരുദ്ധത കൃത്യമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ നമ്മൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഉടായ്പ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പൂട്ടേണ്ടത് സർക്കാർ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആരോഗ്യ കേരളത്തെ അറബിക്കടൽ മുക്കാൻ ഒരുത്തനെയും നമ്മൾ അനുവദിച്ചുകൂടാ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.